ഒന്ന് സങ്കൽപ്പിക്കൂ, കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ വെറും 30 ഇഞ്ച് മാത്രം വീതിയുള്ള ഇരുമ്പ് പൈപ്പിന്റെ ഇടുങ്ങിയ ആഴങ്ങളിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കപ്പെടുന്നു. ചുറ്റും വെള്ളവും കനത്ത യന്ത്രങ്ങളും മനുഷ്യരും ഒരു ചുഴലിക്കാറ്റിലെന്ന പോലെ കറങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിനു മുമ്പേ നിങ്ങളെ കാത്തിരിക്കുന്നത് ആരും ഭയക്കുന്ന ആ കൂരിരുട്ടാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ മുങ്ങിമരിക്കുമെന്നുറപ്പിച്ച് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവത്തിൽ പൈപ്പ് ലൈനിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട 5 പേരിൽ ഒരാൾ മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ജീവനോടെ അവശേഷിച്ചത്. ഡൈവർമാരുടെ വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്ന ഒരു ഗോപ്രോ വീഡിയോ ക്യാമറ തുടർന്ന് നടന്ന കാര്യങ്ങളുടെ ഭീകരമായ വീഡിയോയും ഓഡിയോയും റെക്കോർഡ് ചെയ്തിരുന്നു. അത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഭയാനകമാണ്. കാണാം നമുക്ക് പരായ ഡൈവിംഗ് ദുരന്തത്തിന്റെ ഞെട്ടിക്കുന്ന നേർക്കാഴ്ചകൾ. 2022 ഫെബ്രുവരി 25 പോയിന്റ് ഓഫ് പിയറിലെ LMCS ഡൈവർമാർക്ക് അതൊരു സാധാരണ പ്രവൃത്തി ദിവസമായാണ് തുടങ്ങിയത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനിയായ പരായ ഫ്യൂവലിനു വേണ്ടി ഒരു പൈപ്പ് ലൈനിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്താനായിരുന്നു അവരവിടെ എത്തിയത്. പ്രൊഫഷണൽ ഡൈവർമാരായ ഖാസിം അലി ജൂനിയർ, യൂസഫ് ഹെൻറി, ഫൈസൽ കുർബാൻ, ഋഷി നാഗസാർ, ക്രിസ് ബുദ്രം എന്നിവർക്ക് അത് മറ്റൊരു പ്രവൃത്തി ദിവസം മാത്രമായിരുന്നു. നിലവിൽ ഉപയോഗത്തിലില്ലാത്ത ഒരു പൈപ്പിന്റെ ഭാഗത്തായിരുന്നു അവർ ജോലി ചെയ്യേണ്ടിയിരുന്നത്. എണ്ണക്കപ്പലുകൾ എണ്ണ ഇറക്കുന്ന സ്ഥലമായ ബെർത്ത് 5 എന്നും എണ്ണ റിഫൈനറിയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലമായ ബെർത്ത് 6 എന്നും വിളിക്കുന്ന ഇടങ്ങൾക്കിടയിലുള്ള യു ആകൃതിയിലുള്ള ഒരു പൈപ്പ് ലൈനായിരുന്നു അത്. അന്നത്തെ അവരുടെ ജോലി പൂർത്തിയാക്കാൻ അറ്റകുറ്റപ്പണി നടത്തേണ്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനായി പൈപ്പിലെ കടൽ വെള്ളത്തിൽ നിന്ന് വേർതിരിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനായി അവർ പൈപ്പിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേക ഹാബിറ്റാറ്റ് ബെൽ സ്ഥാപിച്ചു. ഈ സംവിധാനം പൈപ്പിന് മുകളിൽ നിന്ന് വെള്ളത്തെ താഴേക്ക് വലിക്കാൻ അനുവദിക്കും. അങ്ങനെ അവർക്ക് ജോലി ചെയ്യാൻ ഉണങ്ങിയ ഒരു സ്ഥലം ലഭിക്കും. വായു അകത്തേക്ക് കയറ്റി വെള്ളം നീക്കം ചെയ്ത ശേഷം പൈപ്പിന്റെ മുകൾ ഭാഗത്ത് സ്ഥാപിച്ച 8x8 അടി വിസ്തീർണമുള്ള ഒരു ക്യൂബ് ഘടനയായിരുന്നു ഹാബിറ്റാറ്റ്. ഒരു ഹൈപ്പർബാരിക് ചേംബറിനുള്ളിലെന്ന പോലെ മനുഷ്യർക്ക് ഒരു വരാന്തയിൽ നിന്ന് തങ്ങളുടെ ജോലി ചെയ്യാൻ ഇത് സഹായിക്കും. മാത്രമല്ല, ഇത് അവരുടെ ഡൈവിംഗ് ഉപകരണങ്ങൾ മാറ്റിവെക്കാനും സങ്കീർണമായ അറ്റകുറ്റപ്പണികൾ ഒരു ഗ്രൂപ്പായി സുരക്ഷിതമായി ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനും അവരെ സഹായിക്കും. അവർക്ക് പൂർത്തിയാക്കേണ്ടിയിരുന്ന ജോലികളിലൊന്ന് ബെർത്ത് 6ലെ കാറ്റ് നിറച്ച ഒരു പ്ലഗ് നീക്കം ചെയ്യുക എന്നതായിരുന്നു. പൈപ്പിനുള്ളിലെ എണ്ണയുടെ ഉള്ളടക്കത്തെ സംരക്ഷിക്കാനും ഹൈഡ്രോ കാർബണുകൾ പുറത്തുപോകുന്നത് തടയാനുമായി ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ പ്ലഗ് സ്ഥാപിച്ചത്. ഹാബിറ്റാറ്റ് ചേംബറിൽ നിന്നുള്ള മർദ്ദത്തെ താഴോട്ട് പോകാതെ പ്രതിരോധിച്ചും ഹാബിറ്റാറ്റിൽ ഒട്ടും വായു കടക്കാതെ സൂക്ഷിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു ഈ പ്ലഗ്. പ്ലഗിലെ വാൽവ് അഴയ്ക്കുന്നതിനായി ഒരു റെഞ്ച് കൊണ്ടുവന്നു. പൈപ്പിന് ചുറ്റും ജോലി ചെയ്തിരുന്ന 4 പേർക്കായി ഖാസിം അലി ആ റെഞ്ച് മുകളിലേക്ക് കൈമാറി. തുടർന്ന് തന്റെ ഡൈവിംഗ് ഉപകരണങ്ങൾ മാറ്റാനായി അയാൾ സ്വയം ആ ചെറിയ വരാന്തയിലേക്ക് കയറി. വാൽവ് തുറന്ന ഉടൻ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തി ആ ഗ്രൂപ്പിനെ കീഴടക്കി. വെള്ളം ഹാബിറ്റാറ്റിലേക്കും താഴെ പൈപ്പിലേക്കും ഇരച്ചുകയറി. പെട്ടെന്നുണ്ടായ ഈ ജലപ്രവാഹം ആ മനുഷ്യരെയും അവരുടെ എല്ലാ ഉപകരണങ്ങളെയും പൈപ്പ് ലൈനിലൂടെ താഴേക്ക് കറങ്ങുന്ന ഒരു ചുഴലിയിലേക്ക് വലിച്ചെടുത്തു. ഇത് അപ്രതീക്ഷിതമായതുകൊണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ഈ അവസരത്തിൽ അവരെ ദൈവം കൈവിട്ടില്ല. അവർ ചെന്നടിഞ്ഞത് ശ്വസിക്കാൻ വായു അറയുള്ള ഒരിടത്തായിരുന്നു. ഗോപ്രോ വീഡിയോയിൽ അവരെ വലിച്ചെടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടെല്ലാം ഇരുട്ടായി മാറി. ഉരസുന്ന ശബ്ദങ്ങളും ചലനങ്ങളും കേൾക്കാം. ക്രൂഡ് ഓയിൽ നിറഞ്ഞിരിക്കേണ്ട ആ പൈപ്പിനുള്ളിൽ അവർ പരസ്പരം നിലവിളിക്കുന്നത് കേൾക്കുന്നത് ഞെട്ടിക്കുന്നതാണ്. ഈ ഭയാനകമായ അപകടം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവർ നീക്കം ചെയ്തുകൊണ്ടിരുന്ന ആ ഇൻഫ്ലേറ്റബിൾ പ്ലഗ് 1200 ബാരൽ എണ്ണയെ ചുറ്റുമുള്ള വായുവിൽ നിന്നും കടൽവെള്ളത്തിൽ നിന്നും വേർതിരിക്കേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ പ്ലഗ് നീക്കം ചെയ്യുന്നതും അവരുടെ ജോലി തുടരുന്നതും ഒരു സാധാരണ പ്രോസസ് മാത്രമായിരുന്നു. പൈപ്പിനുള്ളിൽ എണ്ണ നിറഞ്ഞിരുന്നെങ്കിൽ ഹാബിറ്റാറ്റിലെ വായുവിന്റെ മർദ്ദം ആ എണ്ണയെ താഴോട്ട് അമർത്തി നിർത്തുമായിരുന്നു. അപ്പോൾ 2 വശങ്ങളിലും, അതായത് ബെർത്ത് 5ലെയും 6ലെയും എണ്ണ ഒരേ നിരപ്പിൽ നിൽക്കുകയും അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷേ ആ പ്ലഗിന് താഴെ വായു ഉണ്ടായിരുന്നെന്നും പൈപ്പിനുള്ളിൽ അവർ വിചാരിച്ചത്ര എണ്ണ ഇല്ലായിരുന്നെന്നും അവർ അറിഞ്ഞില്ല. പ്ലഗിന്റെ കാറ്റ് പോയ ഉടൻ തന്നെ ഹാബിറ്റാറ്റിലെ മർദ്ദിതലായ വായു അത്രയും ശക്തിയോടെ പൈപ്പിലൂടെ താഴോട്ട് പാഞ്ഞു. അത് ആ മനുഷ്യരെയും അവരുടെ ഉപകരണങ്ങളെയും സ്കൂബ ടാങ്കുകളെയും 30 ഇഞ്ച് പൈപ്പ് ലൈനിലൂടെ വലിച്ചെടുത്തു. ഹാബിറ്റാറ്റിലെ മർദ്ദം പെട്ടെന്ന് കുറഞ്ഞതോടെ കടൽവെള്ളം അതിശക്തമായി ഉള്ളിലേക്ക് ഇരച്ചുകയറി. വായുവും വെള്ളവും ഉപകരണങ്ങളും ചേർന്ന് ഒരു വലിയ ചുഴലി രൂപം കൊണ്ടു. അത് ആ 5 പേരെയും വട്ടം കറക്കിക്കൊണ്ട് പൈപ്പിനുള്ളിലേക്ക് വലിച്ചെടുത്തു. അവർ ശ്വാസം കിട്ടാതെ പിടയുകയായിരുന്നു. ഒരു യുഗമെന്ന് തോന്നിയ സമയത്തിനു ശേഷം ആ ചുഴലി അടങ്ങുകയും അവർ കുറച്ച് വായുവുള്ള അറയിലെത്തുകയും ചെയ്തു. അവർ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ഉറക്കെ സംസാരിച്ചു. അങ്ങനെ അവരെല്ലാം പൈപ്പിനുള്ളിൽ ഒന്നിച്ചാണെന്ന് അവർ ഉറപ്പിച്ചു. അത് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു, പക്ഷേ അതായിരുന്നു ക്രൂരമായ യാഥാർത്ഥ്യം. പൈപ്പ് ലൈനിൽ അവർ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരുന്നു. പൈപ്പിലൂടെ എത്ര ദൂരം നീങ്ങിയെന്ന് അവർക്കൊരു ധാരണയുമില്ലായിരുന്നു. ഈ പൈപ്പ് ലൈൻ ഭാഗത്തിന് 1200 അടി നീളമുണ്ടായിരുന്നു, അതായത് 4 ഫുട്ബോൾ മൈതാനങ്ങളുടെ അത്രയും നീളം. വെൽഡ് സീമുകളിലോ സപ്പോർട്ടുകൾ സ്ഥാപിച്ചെടുത്തോ പൈപ്പിന് ചെറിയ ഉയർച്ച താഴ്ചകളുണ്ടായിരുന്നു. ഉയരത്തിലുള്ള ഈ വ്യത്യാസങ്ങൾ അവിടെ വായുവറകൾ രൂപപ്പെടാൻ സഹായിച്ചു. കുറച്ചു കഴിഞ്ഞു അവർക്ക് ദിശയെക്കുറിച്ച് ഐഡിയ കിട്ടിയപ്പോൾ തങ്ങളെല്ലാവരും പരിക്കേറ്റ നിലയിലാണെങ്കിലും ജീവനോടെയുണ്ടെന്ന് വ്യക്തമായി. ഈ പരിഭ്രാന്തിക്കിടയിൽ ഏത് ദിശയാണ് തങ്ങളെ തിരികെ ബെർത്ത് 6ലേക്ക് എത്തിക്കുക എന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലായിരുന്നു. കുറച്ച് ചർച്ചകൾക്ക് ശേഷം അവരൊരു ഗ്രൂപ്പായി പരസ്പരം ബന്ധിപ്പിക്കാനും ഒരറ്റത്തേക്ക് ഇഴഞ്ഞു നീങ്ങാനും തീരുമാനിച്ചു. പൈപ്പ് മുഴുവൻ കട്ടിയുള്ളതും വഴുക്കലുള്ളതുമായ ഓയിൽ സ്ലഡ്ജ് കൊണ്ട് മൂടിയിരുന്നു. ഒടിഞ്ഞ എല്ലുകളും തകർന്ന ആന്തരികാവയവങ്ങളും കണ്ണുകളിലും മൂക്കിലും നിറഞ്ഞ ഓയിലുമായി ആ കൂരിരുട്ടിൽ ഓയിലിനെതിരെ പോരാടി മുന്നോട്ട് നീങ്ങുന്നത് അങ്ങേയറ്റം പ്രയാസകരമായിരുന്നു. 1 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനു ശേഷം ഒരു ഘട്ടത്തിൽ അവർ ഞെട്ടിക്കുന്ന ഒരു പ്രശ്നം നേരിട്ടു. കടൽവെള്ളത്തിന്റെ അളവ് ഉയരുകയായിരുന്നു. അവർ തല വെള്ളത്തിന് മുകളിൽ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും നിരയിൽ ആദ്യം നിന്നയാൾ തന്റെ മുഖം പൈപ്പിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വെറും 6 ഇഞ്ച് മാത്രം അകലെയാണെന്ന് ശ്രദ്ധിച്ചു. ഈ നിലയിൽ മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നതിനാൽ അവർക്കിനി അധിക നേരം നീങ്ങാനും കഴിയില്ലായിരുന്നു. ക്രിസ് ബുദ്രമും കാസിം അലിയുമായിരുന്നു ഗ്രൂപ്പിനെ നയിച്ചിരുന്ന ആദ്യത്തെ 2 പേർ. പൈപ്പിൽ അടുത്ത 3 പുരുഷന്മാർ യൂസഫ്, ഫൈസൽ എന്നിവരായിരുന്നു. ക്രിസും കാസിമും ശ്വാസം അടക്കിപ്പിടിച്ച് മറ്റൊരു വായുവറ കണ്ടെത്താൻ ശ്രമിച്ചു. തങ്ങൾ പോരാടി പുറത്തെത്തുമെന്നും ബാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി സഹായവുമായി മടങ്ങിവരുമെന്നും അവർ മറ്റുള്ളവർക്ക് വാക്ക് നൽകി. ആ 2 പേരും തങ്ങളാൽ കഴിയുന്നത്ര നേരം മുഖം വെള്ളത്തിനു മുകളിൽ പിടിച്ചുനിന്നു. തുടർന്ന് വായു തേടി മുന്നോട്ട് നീന്താനായി ശ്വാസം അടക്കിപ്പിടിച്ചു. അവരുടെ ആ പോരാട്ടം റൈസർ പൈപ്പിനടുത്തുള്ള 2ാമത്തെ വായുവറയിലേക്ക് അവരെ എത്തിച്ചു. അതൊരുപക്ഷെ അവരെ പുറത്തെത്തിച്ചേക്കാം. അവിടെ തങ്ങളുടെ 2 സ്കൂബ ടാങ്കുകൾ ഇരിക്കുന്നത് കണ്ട് അവർ ഒരുപാട് സന്തോഷിച്ചു. ആ സന്ദർഭത്തിൽ അവരെല്ലാം രക്ഷപ്പെടുമെന്ന് അവർ കുറച്ചു നേരത്തേക്ക് കരുതി. അടുത്ത ഭാഗത്തേക്ക് നീങ്ങാൻ അവർ 2 ഓക്സിജൻ സിലിണ്ടറുകളും ഏതാണ്ട് ഉപയോഗിച്ചു തീർത്തു. എന്നാൽ കാസിമിന്റെ പരിക്കുകൾ ഗുരുതരമാകുകയും അയാൾക്ക് വേഗത്തിൽ നീങ്ങാൻ കഴിയാതാകുകയും ചെയ്തു. ബാക്കിയുള്ള ഓക്സിജനുമായി ക്രിസ് മാത്രം പൈപ്പിന്റെ അറ്റത്തേക്ക് സഹായത്തിനായി നീന്തുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവർ 2 പേരും ചേർന്ന് തീരുമാനിച്ചു. ക്രിസ് ടാങ്ക് തന്റെ ശരീരത്തിന് മുന്നിൽ വെച്ച് 2.5 അടി വീതി മാത്രമുള്ള ആ ഇടുങ്ങിയ പൈപ്പിലൂടെ മുന്നോട്ട് തള്ളി നീക്കി. അഥവാ ക്രിസിന് പോയ ദിശ തെറ്റിയാൽ ബെർത്ത് 6ന് പകരം ബെർത്ത് 5ലായിരിക്കും എത്തിപ്പെടുക. എങ്കിൽ മരണമുറപ്പായിരുന്നു. അങ്ങനെ പൈപ്പിൽ 2 മണിക്കൂറിലധികം ചിലവഴിച്ച ശേഷം ബെർത്ത് 6ലെ ഓയിൽ കലർന്ന വെള്ളത്തിന്റെ ഉപരിതലത്തിൽ എത്തിയപ്പോൾ ക്രിസിന് ആശ്വാസമായി. കപ്പലിലുണ്ടായിരുന്ന ബാക്കി ടീം അംഗങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ അവൻ പൈപ്പിൽ അടിക്കുകയും നിലവിളിക്കുകയും ചെയ്തു. തിരച്ചിൽ നടത്തിയിരുന്ന ഒരാൾ ഒടുവിൽ അവനെ കണ്ടെത്തുകയും ഒരു ചെയിൻ ഉപയോഗിച്ച് പുറത്തെടുക്കാൻ സഹായിക്കുകയും ചെയ്തു. പൈപ്പിനുള്ളിൽ വായു അറകൾ ഉണ്ടെന്നും എല്ലാ പുരുഷന്മാരും ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും അവൻ വിവരിച്ചു. അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയം വരെ LMCSലെ മറ്റംഗങ്ങൾക്ക് അവർ ജീവനോടെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലായിരുന്നു. പൈപ്പിൽ ഓയിൽ നിറഞ്ഞിരിക്കുകയാണെന്നും കേവലം മിനിറ്റുകൾക്കുള്ളിൽ അവർ മുങ്ങി മരിച്ചിട്ടുണ്ടാകുമെന്നും അവർ കരുതി. ഓക്സിജൻ ടാങ്കുകൾ ഓരോന്നും 1 മണിക്കൂർ വരെ മാത്രമേ നീണ്ടു നിൽക്കൂ എന്നും അവർക്കറിയാമായിരുന്നു. അവർ പൈപ്പിനുള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടിട്ട് 2 മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു. എങ്കിലും ഒടുവിൽ ഇതൊരു പ്രതീക്ഷയുടെ സൂചനയായി മാറി. ഒരിക്കൽ ക്രിസ് സാഹചര്യം വിവരിച്ചപ്പോൾ ഡൈവർമാർ പൈപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടിനോക്കി. ഉള്ളിൽ നിന്ന് തട്ടുന്ന മറുപടി കിട്ടി. തങ്ങൾ അകത്തുണ്ടെന്ന് ആരോ തിരിച്ചറിഞ്ഞതിൽ ആ മനുഷ്യർക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരിക്കണം. പ്രൊഫഷണൽ ഡൈവർമാരും എല്ലാത്തരം ഉപകരണങ്ങളും ഓക്സിജൻ ടാങ്കുകൾ, കയർ, ലൈറ്റുകൾ, സഹായം എന്നിവ മുകളിലെ കപ്പലിൽ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. ഓരോ മണിക്കൂറും അവർ വെളിച്ചത്തിന്റെ ഒരു മിന്നലാട്ടത്തിനായോ ഓക്സിജൻ ടാങ്കുകൾ താഴേക്ക് വരുന്ന ശബ്ദത്തിനായോ കാത്തിരുന്നു. എന്നാൽ അവർ ഒന്നും കണ്ടില്ല, അവർ ഒന്നും കേട്ടില്ല. തുടക്കത്തിലുണ്ടായ ആ ഒഴുക്കിലേറ്റ പരിക്കുകളാൽ അവർ കഷ്ടപ്പെട്ടത് കൂടാതെ ഇപ്പോൾ അവർക്ക് ആ രൂക്ഷമായ ഓയിൽ കലർന്ന വായു ശ്വസിക്കാനും പ്രയാസമായി തുടങ്ങി. ഓരോ മണിക്കൂർ കഴിയുന്തോറും വായുവിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു. ഇത് ശ്വസിക്കാൻ കൂടുതൽ പ്രയാസകരമാക്കി. അങ്ങനെ അവർ കാത്തിരുന്നു. രക്ഷപ്പെടാൻ ഏതാനും 100 അടി അകലെയായിരുന്നിട്ടും ആരും വന്നില്ല എന്നത് അതീവ സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. അവർ വേദന കൊണ്ട് കഷ്ടപ്പെട്ടു. ശ്രദ്ധ ലഭിക്കാനായി പൈപ്പിൽ തട്ടി പുറത്തെത്താൻ സ്വന്തമായി ശ്രദ്ധിച്ചു. ദിവസങ്ങളോളം ആ ഓയിൽ പൈപ്പിൽ കുടുങ്ങിയ ശേഷവും ആരും വരില്ല എന്ന തിരിച്ചറിവ് പക്ഷേ അവർക്ക് മുറിവിനേക്കാൾ വേദനയുണ്ടാക്കിയേക്കാം. LMCS, പരായ ഫ്യൂവൽ, അവരുടെ സഹോദര സ്ഥാപനമായ ഹെറിറ്റേജ്, കോസ്റ്റ് ഗാർഡ് എന്നിവരെടുത്ത നടപടികൾ വലിയ തർക്കവിഷയമാണ്. മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ ഡൈവർമാർ പൈപ്പിനുള്ളിൽ പ്രവേശിക്കുന്നത് പരായ തടഞ്ഞു എന്ന് ചിലർ ആരോപിക്കുന്നു. കൂടുതൽ ജീവനുകൾ അപകടത്തിലാക്കാതെ ആ മനുഷ്യരെ പുറത്തെടുക്കാൻ പ്രായോഗികമായ പ്ലാൻ ഇല്ലായിരുന്നു എന്നാണ് പരായ കരുതുന്നത്. അവർ മരിച്ചു എന്നും ഉള്ളിൽ നിന്നുള്ള തട്ടുന്ന ശബ്ദം മറ്റെന്തോ ആണെന്നും ചിലർ വിശ്വസിച്ചു. കോസ്റ്റ് ഗാർഡിനും LMCSനും പ്രൊഫഷണൽ ഡൈവർമാരായ ബന്ധുക്കൾക്കും ഈ സംഭവത്തെക്കുറിച്ച് അവരുടേതായ പതിപ്പുകളുണ്ട്.
പക്ഷേ ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതകൾ ഇവയാണ്. വെള്ളിയാഴ്ച 5 മണിക്ക് ക്രിസ് രക്ഷപ്പെടുമ്പോൾ ഈ 4 മനുഷ്യരും ജീവനോടെ ഉണ്ടായിരുന്നു. ശബ്ദം നിലയ്ക്കുന്നതിനു മുൻപ് ഏകദേശം 48 മണിക്കൂറോളം പൈപ്പിനുള്ളിൽ നിന്ന് തട്ടുന്ന ശബ്ദം കേട്ടിരുന്നുവെന്ന് പലരും സമ്മതിക്കുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്തിയ ശേഷം 2 പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി. മരണത്തിന്റെ കാര്യത്തിൽ അവ യോജിക്കുന്നില്ലെങ്കിലും എല്ലാ മനുഷ്യരും ശനിയാഴ്ച വിവിധ സമയം വരെ ജീവിച്ചിരുന്നുവെന്നും ചിലർ തിങ്കളാഴ്ച വരെ ജീവിച്ചിരുന്നുവെന്നും വ്യക്തമാണ്. ഇപ്പോഴും ഈ സംഭവത്തിന്റെ പേരിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പരായ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണോ അതോ ഒഴിവാക്കാനാവാത്ത ഒരു വിധി മാത്രമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു ഞെട്ടിക്കുന്ന സത്യവുമായി വീണ്ടും കാണാം. ബൈ.